ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. തേക്കാൻ തുടങ്ങിയില്ലേ? എന്റെ കയ്യിൽ കിട്ടിയാലല്ലേ എനിക്ക് തേക്കാൻ പറ്റൂ. എന്താ എത്ര വൈകുന്നത്? നിങ്ങൾക്ക് ഗോഡൌൺ അറിയാലോ, അങ്ങോട്ട് പോയിക്കോളൂ. പാക്ക് ചെയ്യാനുള്ള ഡ്രസ്സ് ഞാൻ അവിടെ കൊണ്ടുവരാം. പോയിക്കോളൂ. പാറു അയണിങ് കഴിഞ്ഞ ഡ്രസ്സ് മുഴുവൻ അവരെ ഏൽപ്പിച്ചിട്ട് പാറു അപ്പൊ തന്നെ തിരിച്ചു പോന്നു. കുറച്ചു സമയം പാറു അവരുടെ കൂടെ തന്നെ നിൽക്കണം. ഓർഡർ അയക്കാൻ വൈകിയാലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് അരവിന്ദ് സാറ് അവരെ ജോലിക്ക് വെച്ചത്. പക്ഷെ അവർക്ക് പാക്കിംഗ് അറിയാമെന്ന് നമുക്ക് കൂടി ബോധ്യപ്പെടാതെ പാക്കിംഗ് മൊത്തമായിട്ട് അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. പ്രിയം പറഞ്ഞത് പാറുവിന് മനസ്സിലായോ? അവരുടെ ജോലിയിലൊന്നും പാറു ഇടപെടണ്ട. പാറുവിന്റെ ജോലി ചെയ്താൽ മതി. എന്നാ അവരുടെ മേല് ഒരു കണ്ണും വേണം. മനസ്സിലായി. പക്ഷേ അവര് പാക്കിംഗ് തുടങ്ങണമെങ്കിൽ തേച്ച് കഴിഞ്ഞ ഡ്രസ്സ് അവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? ഇതുവരെ ഒറ്റ ഡ്രസ്സ് പോലും റെഡി ആയിട്ടില്ല. റെഡി ആയിട്ടില്ലേ മോഹൻ? ഇത് ഞാൻ നിന്നോടെങ്ങനെ പറയണമെന്നോർത്തിരിക്കുകയായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വർക്ക് നീങ്ങുന്നില്ല. നീ എന്താടാ ഈ പറയുന്നത്? 24 മണിക്കൂറും 200 യൂണിറ്റും അതാ നമ്മുടെ ടാർഗറ്റ് എന്ന് നിനക്കറിയില്ലേ? മണിക്കൂറിൽ മിനിമം 9 പീസ് റെഡിയാവണം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വർക്ക് നീങ്ങിയില്ലെങ്കിൽ കൈലാഷ് സാറിന് മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. അതെനിക്കറിയില്ലേ. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ജോലി തീർക്കാൻ ശ്രമിക്കുമ്പോൾ കരുനാഗം നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരുനാഗം നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു? എങ്ങനെ? ഈ യൂണിറ്റിൽ 2 ടൈലർമാരായിരുന്നു ജോലിക്ക് വന്നത്. സർല ചേച്ചിയും മുംതാസും. തയ്യൽ മിഷൻ തകരാറിലാണെന്നും പറഞ്ഞ് കരുനാഗം 2 പേരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കമ്പനിക്ക് വേണ്ടി ചാകുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. എന്നിട്ട് കമ്പനിക്കിട്ട് പാര വയ്ക്കുകയും ചെയ്യും. ആ കരുനാഗത്തിനിട്ട് 2 പൊട്ടിച്ചാലോ? അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. തയ്ക്കാൻ ആളില്ലെങ്കിൽ നീ പറഞ്ഞത് തന്നെയാ സംഭവിക്കുക. കൈലാഷ് സാറിന് മുന്നില് നമ്മൾ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. നീ എവിടെന്നെങ്കിലും 1-2 ടൈലർമാരെ കിട്ടുമോ നോക്ക്. പെട്ടെന്ന് വേണം. ഇന്ന് സൺഡേ അല്ലേ പ്രിയ? വിളിച്ച ഒറ്റൊരുത്തനും വരില്ല. അത് ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? എന്തിനാ വേറെ ആളെ അന്വേഷിക്കുന്നത്? ആള് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. ആര്? പാറു. നിന്നെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പ്രിയൻചേട്ടാ, ടൈലർ ജോലിക്കായിട്ടല്ലേ നീ ഈ ഗാർമെന്റ്സിലേക്ക് വന്നത്? കരുനാഗത്തിന്റെ ദുഷ്ടതരം കാരണം നിനക്ക് ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല. പക്ഷേ എല്ലാറ്റിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത് ശരിയല്ലേ? നിന്റെ സമയം വന്നത് ഇപ്പോഴാ. ചെന്നാ മെഷീന്റെ മുന്നിൽ പോയിരിക്കുക. മെഷീന്റെ മുന്നിൽ പോയി ഇരിക്കു പാറു. പ്രിയൻചേട്ടാ, നീ തന്നെ. പ്രിയ, ഇത് വേണോ? പറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി തീർത്തു കൊടുക്കണ്ടേ? ഇതല്ലാതെ വേറെന്ത് വഴിയാ ഉള്ളത്? അതൊക്കെ ശരിയാ. പാറു ടൈലർ ആവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും നമ്മളെ തോപ്പിച്ചേ അടങ്ങുന്നുള്ള വാശിയിൽ നിൽക്കുന്ന കരുനാഗം ഇത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ പ്രശ്നം ഉണ്ടാക്കും. മോഹൻ പറഞ്ഞത് ശരിയാ പ്രിയ. അയാളൊരു കാരണം നോക്കി നടക്കുക. നമ്മളായിട്ട് അയാൾക്കൊരു കാരണം ഉണ്ടാക്കി കൊടുക്കണോ? അയാളുടെ ഈഗോയ്ക്ക് മുന്നിൽ നമ്മൾ മുട്ടുമടക്കി കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അയാൾ പുറത്തുനിന്ന് ആളെ വരുത്താൻ തയ്യാറായതല്ലേ? പുറത്തുനിന്ന് ആളെ വരുത്തുന്നതിന് പകരം ഇവിടെ ഉള്ള ഒരാളെ വെച്ച് നമ്മൾ ജോലി ഫിനിഷ് ചെയ്യുന്നു. അതിനയാൾ ഉടക്കുന്ന എന്തിനാ? അയാൾ വന്നിരുന്ന് തയ്ക്കൂ. 24 മണിക്കൂറിനുള്ളിൽ ജോലി തീർത്തു കൊടുക്കുമെന്ന് കൈലാഷ് സാറിന് വാക്ക് കൊടുത്തത് ഞാനാ. അതെങ്ങനെ തീർക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. കരുനാഗം പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ ഞാൻ നോക്കിക്കോളാം. തയ്യൽ മെഷീന്റെ മുന്നിൽ പോയി ഇരിക്കു പാറു.
പ്രിയൻചേട്ടൻ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞ സമയത്ത് ജോലി തീർക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല പ്രിയൻചേട്ടൻ എന്നെ നിർബന്ധിക്കുന്നത്. ഞാൻ ടൈലറായി കാണാനുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാ, എന്നോടുള്ള സ്നേഹം കൊണ്ടാ, ഒക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കൊക്കെ എന്നോടുള്ള സ്നേഹത്തിന്റെ ഇരട്ടിയാ കരുണാകരൻ സാറിന്റെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യം. ഈ ഗാർമെന്റ്സിൽ വന്ന അന്ന് തൊട്ട് ഞാൻ കരയാൻ തുടങ്ങിയതാ. ഇവിടെ ഞാൻ അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല. കുറച്ചു ദിവസമായി അയാൾ അധികം എന്നെ സങ്കടപ്പെടുത്താറില്ല. ഒരു കാരണം കിട്ടാത്തതുകൊണ്ടാ ഞാനായിട്ട് തന്നെ അയാൾക്കൊരു കാരണം ഉണ്ടാക്കി കൊടുക്കണോ പ്രിയൻചേട്ടാ? പ്രിയ, പാറു പറയുന്നത് പ്രിയനൊന്ന് മനസ്സിലാക്ക്. കൈലാഷ് സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നോ? ഇന്നിവിടെ കരുനാഗത്തിന്റെ ഭരണോ? പാറുവിനെ നീ മിഷന്റെ മുന്നിൽ ഇരുത്തിയ അയാൾ വന്ന് അവളെ എഴുന്നേൽപ്പിച്ചു വിടും. ശരിയാ പ്രിയൻചേട്ടാ, പാറൂന് മാത്രല്ല നമ്മൾക്ക് എല്ലാവർക്കും അത് വലിയ മനപ്രയാസം ഉണ്ടാക്കും. സൗസവും ജയന്തിയും പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അയാളെ പേടിച്ച് പാറുവിനെ മാറ്റി നിർത്തിയ പാറു എന്ന് ഇങ്ങനെ നിക്കേ ഉള്ളൂ. ഒരവസരം കിട്ടുമ്പോ അത് മുതലാക്കണം. പാറുവിന് കിട്ടിയ ഒരു അവസരമായത്. എന്റെ അഭിപ്രായം അത് തന്നെയാ. പാറുവിനെ അയാൾ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിച്ചതാ. ഈ കമ്പനിയിൽ നിന്ന് കഴുത്തിനെ പിടിച്ച് പുറത്താക്കുക വരെ ചെയ്തതല്ലേ. എന്നിട്ടും പാറു ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അയാള് പാറുവിനെ തയ്യൽ മെഷീനിൽ നിന്ന് പിടിച്ച് എഴുന്നേപ്പിക്കാൻ വന്ന നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കേട്ടില്ലേ പാറു, നമ്മൾ ഒറ്റക്കെട്ട. പിന്നെന്തിനാ നീ പേടിക്കുന്നത്? ചെന്നിരിക്ക, ഷേർലിയുടെ മിഷന്റെ മുന്നിൽ പോയിരിക്ക. ആരാ നിന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു? കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കത് വലിയ നാണക്കേടാ. കൈലാഷ് സാറിനും അത് വലിയ മനപ്രയാസം ഉണ്ടാക്കും. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, കൈലാഷ് സാറിനോട് സ്നേഹമുണ്ടെങ്കിൽ നീ ആ മെഷീന്റെ മുന്നിൽ പോയിരിക്കണം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കൊരു മനമാറ്റവും ഇല്ലല്ലോ. നിന്നോട് ഞാൻ കാണിക്കുന്ന സ്നേഹം നീ തിരിച്ചു കാണിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിന്റെ ഇഷ്ടം. പ്രിയൻചേട്ടാ, ഞാൻ തയ്ക്കാം. ഷേർലിയുടെ മെഷീനില് ഞാൻ തയ്ക്കാം. ആ